അങ്ങനെ ഞങ്ങൾ മൂന്നാർ ട്രിപ്പിൻ്റെ അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. 2 ദിവസം ഇവിടെ താമസിച്ചത് ചിന്നക്കനാലിലുള്ള ആയുർ കൗണ്ടി റിസോർട്ടിലാണ്. നിരവധി പ്രൈവറ്റ് വില്ലകളൊക്കെ ഉള്ളൊരു റിസോർട്ടാണ് ആയുർ കൗണ്ടി റിസോർട്ട്. ഗ്യാപ്പ് റോഡിൻ്റെ ഓരത്ത് തന്നെയാണ് ഈ റിസോർട്ടുള്ളത്. ഒരു മലയുടെ തുഞ്ചത്തായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇവിടുത്തെ സൺസെറ്റിൻ്റെ കാഴ്ച ഒരു ഗംഭീരമായ കാഴ്ച തന്നെയാണ്. അങ്ങ് ചക്രവാളം മൊത്തം ചുവന്ന് തുടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സ്വിമ്മിംഗ് പൂളും പാർട്ടി ഏരിയയും ഗെയിമിംഗ് ഏരിയയും ഗാർഡനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് തന്നെയാണ് ആയുർ കൗണ്ടി റിസോർട്ട്. റിസോർട്ടിനുള്ളിലെ പ്രൈവറ്റ് റോഡിലൂടെയുള്ള റൈഡിങ് തന്നെ വേറിട്ടൊരു അനുഭവമാണ്. ഇന്ന് ഞങ്ങളിനി നേരെ പോകുന്നത് ആനയിറങ്കലിൻ്റെ കാഴ്ചകളിലേക്കാണ്. അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ വിഹരിക്കുന്ന ആനയിറങ്കലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇടതുവശത്തായിട്ട് ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട്, ആനയിറങ്കൽ എന്ന് പറഞ്ഞിട്ട്. മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തെറ്റിയിട്ട് ഒരു പോക്കറ്റ് റോഡിലൂടെ കയറിയിട്ട് വേണം ആനയിറങ്കൽ ഡാം സൈറ്റിലേക്ക് പോകാൻ വേണ്ടി. പോക്കറ്റ് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങളെ വരവേറ്റത് ആനപ്പിണ്ടങ്ങളാണ്. റോഡിൻ്റെ ഓരത്തും റോഡിലൊക്കെ ആയിട്ട് ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നത് കാണാം. ആദ്യം ആനയിറങ്കലിലേക്ക് രാവിലെ പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ റിസോർട്ടിൽ ഒരു ചേട്ടൻ പറഞ്ഞു വൈകുന്നേരം പോയാൽ ചിലപ്പോൾ ആനകളെയൊക്കെ കാണാൻ പറ്റിയേക്കും. അങ്ങനെയാണ് പ്ലാൻ വൈകുന്നേരത്തേക്ക് മാറ്റിയത്. പിന്നെ അധികമാരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു പഴഞ്ചൻ തൂക്കുപാലം ഉണ്ടെന്നും അതിലേക്ക് പോകാനുള്ളൊരു രഹസ്യ വഴിയും ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പോകേണ്ടത് ഒരു ആനത്താരിയിലൂടെയാണെന്നും ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. റോഡിലൊക്കെ ആനപ്പിണ്ടങ്ങൾ കാണാം, നല്ല ആനച്ചൂരും ഉണ്ട്. അടുത്തെവിടെയോ ആനയോ ആനക്കൂട്ടമോ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ആനയിറങ്കൽ ഡാം സൈറ്റിലേക്കാണ്. 5 മണി വരെ അവിടെ എൻട്രി ഉള്ളൂ. ചെറിയ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ചെറിയൊരു ബോട്ടിങ്ങിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ആരോ വരച്ചിട്ട ബ്യൂട്ടിഫുള്ളായ ഒരു ജലച്ചായ ചിത്രം പോലെ ആനയിറങ്കൽ ഡാം അങ്ങനെ കിടക്കുവാണ്. ഇവിടെ 5 മണി വരെ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അധിക സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റിയില്ല. ആനയിറങ്കൽ ഡാമിൻ്റെ ഭംഗി അധിക സമയം ആസ്വദിക്കാനും പറ്റിയില്ല. നമ്മുടെ അടുത്ത ലക്ഷ്യം ആ അറിയപ്പെടാത്ത ആ ഒരു ചെറിയ തൂക്കുപാലമാണ്. പിന്നെ ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കാൻ വരുന്ന ആനക്കടവും കാണണം. ഞങ്ങൾ അവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളത് അത്ര കാര്യമാക്കിയില്ല.
പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് പണി പാളിയത് മനസ്സിലായത്. റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നേ വന്ന രണ്ടുപേരെയാണെങ്കിൽ കാണാനുമില്ല. ഇവിടെ വഴി തെറ്റിയെന്നാ തോന്നുന്നത് കേട്ടോ, വഴി തെറ്റിയെന്നാ തോന്നുന്നത്. അശി, അവിടെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്, അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. ഏതായാലും വഴിയിൽ കണ്ടൊരു ചേട്ടന് മനസ്സിലൊക്കെ തോന്നിയിട്ട് ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു. പക്ഷേ എങ്കിൽ ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹിഡൻ ജെം തേടിയുള്ള ഒരു യാത്രയിലാണ്. നടന്നിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോരാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, കണ്ട് തന്നെ അനുഭവിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങളത് കണ്ടുപിടിച്ചു. വലിയൊരു തൂക്കുപാലമൊന്നുമല്ല, നല്ല പഴക്കവും ഉണ്ട്. ഇതേ നമുക്ക് മുന്നേ വന്ന രണ്ടുപേര് പാലത്തിന് മുകളിൽ നിൽക്കുന്നു. എന്തത് പടക്കം പൊട്ടുന്നു? ആശി, എന്ത് പടക്കം പൊട്ടിക്കുന്ന വെച്ചാൽ ആനയുണ്ടോ? ആന ഓടിക്കുകയാണോ? ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്ന ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും പാലത്തിൽ കയറരുതെന്നും ക്രോസ് ചെയ്യരുതെന്നും. പിന്നെ അനുസരണം കുറച്ച് കൂടുതലായതുകൊണ്ട് മാത്രം ഞങ്ങളൊന്ന് പാലത്തിൽ കയറി ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അവിടെ നിന്നൊക്കെ പടക്കം പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഒരാൾ അങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ആനകൾ വെള്ളം കുടിക്കാൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞു. ഞങ്ങൾ കുറേ നോക്കി, നടന്നൊക്കെ നോക്കി, പക്ഷെ കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ ആനയിറങ്കലിലെ മനോഹരമായ കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വന്ന യാത്രക്കാർക്കെല്ലാം തിരിച്ചു പോകാനുള്ള നേരമായി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.